ഖാലിദ് ജമീലിൻ്റെ ഇറ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഒരു വിന്നിലൂടെ ജയിച്ചു എന്ന് പറഞ്ഞ് പലരും ഭയങ്കരമായിട്ട് വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സമയമായോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് മുഴുവനായിട്ട് കേട്ടിട്ട് തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ആൻഡപ്പനാണ്. നമ്മുടെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഇന്നലത്തെ മാച്ചിൽ ഇന്ത്യക്ക് ഒരു വിജയത്തോടെ, എസ്പെഷ്യലി ഖാലിദ് ജമീൽ, എനിക്ക് എപ്പോഴും ഖാലിദ് ജമീൽ എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഖാലിദ് റഹ്മാൻ എന്നറിയാതെ പറഞ്ഞുകൊണ്ട് കേട്ടോ, നിങ്ങൾക്കുണ്ടോ അങ്ങനെ? അപ്പോൾ എന്തായാലും ഖാലിദ് ജമീലിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എറയുണ്ടല്ലോ, ദാറ്റ്സ് എ പെർഫെക്റ്റ് സ്റ്റാർട്ട്. ആസ് എൻ ഹെഡ് കോച്ച് ആയിട്ട് വന്നിരിക്കുന്നതിന് ദ പെർഫെക്റ്റ് സ്റ്റാർട്ട് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ 3 പോയിന്റ് ടീമിന് കിട്ടുക, വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് തിങ്. ആൻഡ് അതിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരവരുടെ പ്ലേയേഴ്സിനെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ കുറേ പ്ലേയേഴ്സിനെ അവർക്ക് സ്ക്വാഡിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല ഖാലിദിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സസ് വെച്ചിട്ടാണ് പുള്ളി ഈ വിജയം ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവന്നത്. അതും ഈ പറയുന്ന പോലെ തന്നെ താജിക്കിസ്ഥാനുമായിട്ട് 2-1 ജയിച്ചു എന്നുള്ളതൊരു സംഭവമാണെങ്കിലും അവർക്കെതിരെ അവരുടെ മണ്ണിൽ നമുക്ക് ജയിക്കാൻ പറ്റി. അവർക്കെതിരെ നമ്മൾ എത്രയോ കാലത്തിന് ശേഷമാണ് ജയിക്കുന്നത്. ഇന്ത്യ തന്നെ ഒരു വിന്ന് കാണുന്നത് എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. 2 വർഷത്തിനടുത്തായി എന്നാണ് എനിക്കറിയാൻ എൻ്റെ അറിവ്. എനിക്ക് അറിഞ്ഞുകൂടാ, കൃത്യം ഡാറ്റ എൻ്റെ കയ്യിലില്ല. പക്ഷെ എന്നാലും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് വിൻ ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു സെലിബ്രേറ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ ആക്ച്വലി ആദ്യം കളി കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ കളി കാണുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് സ്കോർ നോക്കിക്കൊണ്ടിരിക്കും. കളി കാണുന്നില്ലെങ്കിൽ സ്കോർ നോക്കി അതിൻ്റെ ബാക്കി ലൈവ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ 5 മിനിറ്റിൽ തന്നെ അൻവർ അലി സ്കോർ ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇതായി. അങ്ങനെ ഫാൻ കോഡിൻ്റെ മറ്റേ പാസ് എടുത്തിട്ട് അപ്പോൾ തന്നെ ഞാൻ ഇരുന്ന് കയറി കാണാൻ തുടങ്ങി കഴിഞ്ഞ് രണ്ടാമത്തെ ഗോൾ വന്നു. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യ ഒരു പാർക്കിംഗ് സ്റ്റൈൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത് ഞാനങ്ങനെ ടൈറ്റിൽ ചെയ്യുന്നേ ഉള്ളൂ, ഡിഫെൻഡ് ചെയ്യുന്നു. ശരിയാണ്, 2 ഗോൾഡൻ ലീഡൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കുറച്ചും കൂടെ സേഫായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അവർ തിരിച്ചടിക്കുന്നു, 1 ഗോൾ തിരിച്ചടിച്ചു. പിന്നീടും അവരുടെ കയ്യിൽ തന്നെയായിരുന്നു കളി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുപാട് ആഘോഷിക്കാൻ മാത്രമായോ ഖാലിദ് ജമീലിൻ്റെ എറയെക്കുറിച്ച് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം. പലപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ, പല പ്ലേയേഴ്സിനും ഒരിച്ചിരി കഴിയുമ്പോഴേക്കും വയ്യാതാവുന്നത് പോലെയും ചില ഇതെടുത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ കളിക്കുന്നത് പോലെയൊക്കെ തോന്നി. ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല, പക്ഷേ ഡിഫെൻസീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ പക്കയായിട്ട് 2 ഗോൾഡൻ ലീഡ് സേവ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 പോയിൻറ്റ്സ് കിട്ടി. ഇവിടെയും ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴും നമുക്ക് ആഘോഷിക്കാൻ സമയമില്ല. കാരണം ഇന്ത്യൻ ടീമിന് അജാതി പ്രശ്നങ്ങളുണ്ട്. ഇനി ഉണ്ടാവാൻ പോണ മാച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി അറ്റ് ഓൾ. കാര്യം 1-ാം തീയതി അവർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ചാമ്പ്യൻസ് ആയിട്ടുള്ള, ഈ ടൂർണമെൻറ്റിൻ്റെ ചാമ്പ്യൻസിലായിട്ടുള്ള ഇറാനെതിരെയും അതുപോലെ തന്നെ 4-ാം തീയതി അഫ്ഗാനിസ്ഥാനെതിരെയുമാണ്. സോ ആ മാച്ചുകൾ ഇതിനേക്കാളും ഒക്കെ കുറച്ചും കൂടെ ടഫായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ധാരണയൊക്കെ ഉണ്ടാവും ബേസിക്കലി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഈ പെർഫോമൻസ് വെച്ച്, കാര്യം ഇന്ത്യയിൽ നിന്ന് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഖാലിദ് അവസാനം പറഞ്ഞു ബോൾ അവർ ഉണ്ടായിക്കോട്ടെ. കാര്യം അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊസിഷൻ അവരുടെ കയ്യിൽ, ഷോട്ട്സ് അവരുടെ കയ്യിൽ, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് അവരുടെ കയ്യിൽ, പാസസിൻ്റെ കാര്യത്തിൽ അവരുടെ കയ്യിൽ, എന്തിലും നോക്കുമ്പോൾ മേളിൽ നിൽക്കുന്നത് അവർ തന്നെ ആയിരുന്നു എന്ന് പേഴ്സണലി തോന്നുന്നുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു വിജയം വെച്ച് തുടങ്ങി, ആ ഒരു കോച്ചിനോട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ബിൽഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഗുഡ്. ഇത് നല്ല തുടക്കമാവട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, എല്ലാവരും കൂടെ ചുമ്മാ ഇപ്പോഴേ അങ്ങ് പൊക്കി കൊണ്ടുപോയി നശിപ്പിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഇനിയുള്ള മത്സരങ്ങളിൽ എങ്ങനെ ഖാലിദ് ജമീലിന് പ്ലേയേഴ്സിനെ കൊണ്ടുവരാനും കളിപ്പിക്കാനും പറ്റും എന്നുള്ളിടത്താണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. സോ ആസ് ഐ സെഡ്, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ചിൽ കുപ്പിച്ചിൽ.